പുറപ്പാട് ദിവസമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പുറപ്പാട് ദിവസം 31-ാമത്തെ അധ്യായത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നായിരുന്നു. 31-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ശബത്തുകൾ ആചരിക്കണം എന്നൊരു ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിത്യമായ നിയമ കൽപ്പനയായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. 31-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വ്യക്തമായി, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ എൻ്റെ ശബത്തുകളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാണ് എന്ന് അറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളം ആകുന്നു. അതുകൊണ്ട് നിങ്ങൾ ശബത്ത് ആചരിക്കണം. അത് നിങ്ങൾക്ക് വിശുദ്ധം ആകുന്നു. അതിനെ അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ആരെങ്കിലും അന്ന് വേല ചെയ്താൽ അവനെ അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. വളരെ കർക്കശമായ ഒരു നിബന്ധന, ഒരു നിയമം ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളുടെ വെക്കുന്നതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇസ്രായേൽ ജനം ശബത്ത് ആചരിക്കണമായിരുന്നു. 6 ദിവസം അവർക്ക് അധ്വാനിക്കാം, വേല ചെയ്യാം. 7-ാമത്തെ ദിവസം ശബത്ത് ആചരിക്കും. അതിന്റെ കാരണം ദൈവം അവരെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. 7-ാമത്തെ ദിവസം ശബത്തിനെ അവർ വിശുദ്ധമായി കരുതണം. ദൈവം അവരെ ശുദ്ധീകരിക്കുന്ന ദൈവമാണെന്ന് ഇവിടെ വായിച്ചു കേട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ശബത്ത് അവര് നിർബന്ധമായും ആചരിക്കണമായിരുന്നു. അന്ന് അവര് ശരീരത്തിൽ അവർ ബാഹ്യമായിട്ട് അനുസരിക്കേണ്ടതും അനുസരിച്ചിരുന്നതും ചെയ്തിരുന്നതുമായ ഒരു കാര്യമാണ് ശബത്ത് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ പുതിയ പ്രമാണത്തിലേക്ക് വരുമ്പോൾ അത് ശരീരത്തിൽ അനുഭവിക്കേണ്ട ഒരു കാര്യമല്ല. നേരെ മറിച്ച് അത് നമ്മുടെ ആത്മാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയാണ് ആ ശബത്ത് എന്ന് പറയുന്നത്. പ്രമാണത്തിൽ നിന്ന് നമുക്ക് ഇതിനോടകം തന്നെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിശേഷിച്ച് എബ്രായ ലേഖനത്തിൽ പറഞ്ഞ് ഇങ്ങനെ ഒരു വാക്യം നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട, നമ്മൾ പറയുകയുണ്ടായി. അതായത്, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക എന്ന വാക്യം നമ്മൾ എബ്രായത്തിൽ കണ്ടായിരുന്നു. ദൈവത്തിന്റെ ജനത്തിന് ശബത്ത് അനുഭവം ദൈവം ശേഷിച്ചിട്ടുണ്ട്. ദൈവം ശേഷിപ്പിച്ചിരിക്കുന്ന ശബത്ത് അനുഭവം നമുക്ക് അതിന്റെ ആത്മീയമായിട്ട് വളരെ ആഴത്തിലുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതിന്റെ ഒരു ഭാഗം നമ്മൾ 6 ദിവസം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സന്ധ്യാവിശ്വസമായ 1-ാം ദിവസം, സന്ധ്യാവിശ്വസമായ 2-ാം ദിവസം, ഇങ്ങനെ 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം എന്ന് പറഞ്ഞ് നിർത്തി സന്ധ്യാവിശ്വസമായി 6-ാം ദിവസം. എന്നാൽ 7-ാമത്തെ ഒരു ദിവസം ഉണ്ട്. അതാണ് 7-ാം ദിവസമാണല്ലോ സ്വസ്ഥത ശബത്ത് എന്ന് പറയുന്നത്. എന്നാൽ സന്ധ്യാവിശ്വസമായി 7-ാം ദിവസം എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് ഒരു സത്യം ഗ്രഹിക്കാൻ കഴിയുന്നത് സന്ധ്യാവിശ്വസമായ 6-ാം ദിവസം, 6 ദിവസം കഴിഞ്ഞു. എന്നാൽ 7-ാമത്തെ ദിവസത്തിന്റെ സന്ധ്യയിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്ന ആ ഭാഗത്ത് നിന്നും ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഒരുമിച്ച് ചേർത്ത് വെച്ച് നമുക്ക് ഗ്രഹിക്കാൻ പഠിക്കാൻ കഴിയുന്നുണ്ട്. അതായത് 7-ാമത്തെ ഒരു ദിവസം, അതാണ് ശബത്ത്. എന്നാൽ ആ ഒരു 7-ാമത്തെ ദിവസം ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, തുടങ്ങിയിട്ടില്ല. എന്നാൽ വളരെ വേഗം തുടങ്ങാനുള്ള അതിന്റെ 7-ാമത്തെ ദിവസത്തിന്റെ സന്ധ്യ ഇപ്പൊ ആയി. എന്നാൽ സന്ധ്യയായി ഉഷസ്സുമായി 7-ാം ദിവസം ഒന്നും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല, പറഞ്ഞിട്ടില്ല, ദൈവം അത് പ്രഖ്യാപിച്ചിട്ടുമില്ല. എന്നാൽ വളരെ വേഗത്തിൽ ആ 7-ാം ദിവസം സമാഗതമാകും. അതിനുവേണ്ടി നമ്മൾ ആവലോടെ ആശയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യം. ശബത്തിനെ നിങ്ങൾ ഓർക്കണം, ആചരിക്കണം. അത് വളരെ ഗൗരവമായിട്ട് ആചരിക്കണം. നമുക്കറിയാം, നമ്മൾ നെഹമ്യാവ് പുസ്തകത്തിലൊക്കെ, എസ്രാ, നെഹമ്യാ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവര് സന്ധ്യ ആകുന്നതിന് മുമ്പേ യെരുശലേമിന്റെ വാതിലുകൾ അടച്ചിരുന്ന ഒരു കാലഘട്ടം. കാരണം ഈ ശബത്ത് ദിവസമായ ശനിയാഴ്ച ദിവസം അവിടെ ഉണക്കമീൻ വിൽക്കുന്നവരും പലവ്യഞ്ജനങ്ങൾ വിൽക്കുന്നവരൊക്കെ ഈ യെരുശലേമിന്റെ ഗേറ്റുകളിൽ കൂടെ, യെരുശലേം പട്ടണത്തിലേക്കുള്ള എൻട്രൻസിൽ കൂടെ ഈ തലച്ചുമടായിട്ട് ഈ സാധനങ്ങളെല്ലാം കൊണ്ട് ഈ യെരുശലേമിലേക്ക് ശബത്ത് ദിവസത്തിൽ പോയിരുന്നു. എന്നാൽ അത് കണ്ട എസ്രാ ഇത് കണ്ടിട്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ എരിവുള്ളവരായിട്ട് ആ സന്ധ്യാസമയത്ത് തന്നെ, എന്നുവെച്ചാൽ വെള്ളിയാഴ്ച സന്ധ്യ ആകുമ്പോൾ തന്നെ ശനിയാഴ്ച വെളുക്കുന്നതിന് മുൻപ് തന്നെ, ശനിയാഴ്ച ആകുന്നതിന് മുൻപ് തന്നെ ഈ യെരുശലേമിലേക്കുള്ള ഈ വാതിലുകളെല്ലാം
താൻ അടയ്ക്കുമായിരുന്നു. അങ്ങനെ പലവ്യഞ്ജനങ്ങൾ വിൽക്കുന്നവരും മീൻ കച്ചവടക്കാരൊക്കെ ഈ യെരൂശലേം പട്ടണത്തിന്റെ പുറത്ത് പാർക്കേണ്ടി വന്നു ഇതെല്ലാം നമ്മൾ ഭാഗത്ത് വായിക്കുന്നുണ്ട്. അപ്പൊ അന്ന് അത് അക്ഷരീയമായ ഒരു ശബത്തായിരുന്നു. എന്നാൽ ഇന്ന് ദൈവമക്കൾക്ക് ആത്മാവിൽ അനുഭവിക്കുന്ന സ്വസ്ഥതയുണ്ട്. എന്ന് മാത്രമല്ല, ഒരു 7ാമത്തെ ദിവസം അത് 1000 ആണ്ട് വാഴ്ചയാണ് എന്നുള്ള സത്യം നമുക്ക് ഇതിനോട് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ഒരു 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്ന സ്വസ്ഥത ഒരു അനുഭവം ദൈവജനത്തിന് ദൈവം ശീലിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോ അതിന്റെ ഒരു 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 എന്താ പറയുന്നത്, നമ്മൾ ഈ ചില കാര്യങ്ങളുടെയൊക്കെ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ആദ്യ ഭാഗം എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോൾ നമ്മുടെ ആത്മാവിന്റെ അത് അനുഭവിക്കുന്നുണ്ട്, സ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. ആത്മാവിന്റെ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചും വെറിയിടാകാം, ഇതിനെക്കുറിച്ചും അസ്വസ്ഥരാണ്. അത് പിതാവായ ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത് എന്നുള്ള ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് എത്ര നമുക്കെതിരായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി വന്നാലും, ഏതെല്ലാം കാറ്റും കോളും ഉഗ്രമായിട്ട് വന്നാലും, എന്തെല്ലാം നമുക്കെതിരായിട്ട് കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു പോയാലും, അപ്പോഴെല്ലാം ദൈവത്തിന്റെ ജനങ്ങൾക്ക് ഒരു സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പം എല്ലാം തകിടം മറിഞ്ഞിട്ടും എല്ലാം മരണത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നെ വിട്ടയക്കാനും നിന്നെ കുറ്റം വിധിക്കാനും എനിക്ക് അധികാരമുണ്ട്, അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുന്ന മറുപടി ഉണ്ട്, ഉയരത്തിൽ നിന്ന് അല്ലെ പിതാവിൽ നിന്ന് അല്ലെ ഉയരത്തിൽ നിന്ന് നിനക്ക് ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരമില്ലായിരുന്നു എന്നാ യേശു പറഞ്ഞു. അപ്പോ അതിന്റെ അർത്ഥം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും ദൈവം അളന്നും തൂക്കിയുമാണ് നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവനും നമുക്കല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും എന്നുവെച്ചാൽ ദൈവ വഴിയിൽ നമ്മൾ നടക്കാൻ മനസ്സ് എത്തിയതിനു ശേഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. പത്രസഭത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നമ്മൾ പല കാര്യത്തിൽ ഇടപെടുന്ന ഒരാട്ടോ അല്ലെ അന്യായം ചെയ്തിട്ടോ ഒക്കെ ശിക്ഷ അനുഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചും സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ബൈബിൾ പറയുന്നത്. നേരെ പറഞ്ഞ് ദൈവഹിതപ്രകാരം ജീവിക്കാൻ നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന്റെ കാര്യത്തിൽ ഏൽപ്പിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും ദൈവത്തിന്റെ കൃത്യമായ പ്ലാനും പദ്ധതിയിലും ഉൾപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിധം വെറീസും അല്ലെ അസ്വസ്ഥതകളും ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്ന് യേശു തന്നെ പറഞ്ഞു. യേശു ഇങ്ങനെ പറഞ്ഞത് അത് വളരെ ലളിതമായിട്ടും പക്ഷേ നമ്മൾ തള്ളിക്കളയാൻ സാധ്യതയുള്ളതുമായ ദൈവപ്രമാണത്തിൽ അനേക പ്രമാണങ്ങളിൽ ഒരു പ്രമാണം യേശു ഇങ്ങനെ പറഞ്ഞു. കാര്യമായിട്ട് നമ്മൾ പക്ഷെ എടുക്കാറില്ലാത്ത ഒരു കാര്യമായി അവിടെ ഇങ്ങനെ ലളിതമായിട്ട് യേശു പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ ഒരു കൽപ്പനയാണ്, നമ്മൾ ആചരിക്കേണ്ട ഒരു കൽപ്പനയാണെന്ന് പലപ്പോഴും നമുക്ക് ഒരുപക്ഷെ തോന്നാറില്ലായിരിക്കാം. അതിന്റെ മാർത്തയുടെയും മറിയയുടെയും കാര്യം നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങുന്ന ഒരു സഹോദരിയായിരുന്നു. അപ്പോ അങ്ങനത്തെ ഒരു സാധ്യത നമ്മളുടെ ദൈവമക്കളുടെ ജീവിതത്തിലും ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് യേശു പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എതിരാണ് എന്ന് തോന്നുമ്പോഴും ദൈവം നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ യാക്കോബിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിന്റെ ചരിത്രം വായിക്കുമ്പോൾ യാക്കോബ് ഒരിക്കൽ ഇങ്ങനെ ഒരു പറയാനിടയായി. പറഞ്ഞ ഇതാണ്, യോസഫ് മരിച്ചുപോയി എന്നാണ് യാക്കോബ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഇളയ ഒരു മോനുണ്ട്, ആ മോനെ കൂടെ കൊണ്ട് പോയാലേ ഇനി ധാന്യം കിട്ടത്തുള്ളൂ എന്ന് മിസ്രൈമിന്റെ ഭരണാധികാരി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവനെയും കൂടെ ഞങ്ങളോട് വിടണം എന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് പറയുന്നത്, സകലതും എനിക്ക് പ്രതികൂലം എന്ന് യാക്കോബ് പറയുണ്ടായി. സകലതും എനിക്ക് പ്രതികൂലം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു പക്ഷേ നമ്മളും ഏതെങ്കിലും സന്ദർഭത്തിൽ സാഹചര്യത്തിൽ ഇങ്ങനെ ചിന്തിച്ച് പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചിന്ത കടന്നു വരാനും സാധ്യതയുണ്ട്, വന്നിട്ടുണ്ടായിരിക്കും. അതായത് തൊടുന്നത് എന്താ പറയുന്നത്, എല്ലാം എതിരായിട്ട് പ്രതികൂലമായിട്ട് എല്ലാം തകിടം, എന്ത് ചെയ്താലും ഒന്നും ഫലവത്താകുന്നില്ല, എല്ലാം ഇങ്ങനെ തകർന്നു പോകും.
അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ ചിന്ത വരാം, എല്ലാം എനിക്ക് പ്രതികൂലമാണ്. യാക്കോബ് അങ്ങനെ പറഞ്ഞ സമയത്ത് സത്യത്തിൽ എന്താണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് സകലതും യാക്കോബിന് അനുകൂലമായിട്ട് ദൈവം ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം യാക്കോബ് അത് മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത് സകലതും എനിക്ക് പ്രതികൂലം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ സകലതും എനിക്ക് പ്രതികൂലമാണ് എന്നുള്ള തോന്നലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയത്തും അങ്ങനെ ആയിരിക്കുന്ന സമയത്തും മനുഷ്യബുദ്ധിയിലും മനുഷ്യന്റെ കാഴ്ചപ്പാടിലും അങ്ങനെ ആയിരിക്കുന്ന സമയത്തും നമുക്ക് ദൈവത്തിലുള്ള പ്രത്യാശ കൊണ്ട് ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടും നമ്മൾ സ്വസ്ഥമായിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ദൈവം ആശിക്കുന്നു. അതിന്റെ കാരണം ഇതാണ്, എല്ലാം നിയന്ത്രിക്കുന്നത് എൻ്റെ അപ്പനാണ്, എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവ് എല്ലാം ആകർഷിക്കുന്നു, എല്ലാം നിയന്ത്രിക്കുന്നു എന്നതുകൊണ്ട് എനിക്കൊന്നിനും ആശങ്കയ്ക്ക് വകയില്ല, അതിന്റെ ആവശ്യമില്ല എന്നുള്ള ബോധ്യത്തിൽ ക്രിസ്തീയ ജീവിതം ദൈവഭക്തന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു, നമുക്കും ഉണ്ടാണെന്ന് ദൈവം ആശിക്കുന്നു. അപ്പൊ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കാം. നമ്മൾ ശബത്ത് ആചരിക്കുന്നവരായിരിക്കണം. എന്ന് വെച്ചാൽ ശനിയാഴ്ച ദിവസം ഇസ്രായേൽ ആചരിക്കുവാൻ ശബത്ത് ആചരിക്കണമെന്നല്ല, നമ്മുടെ ആത്മാവിൽ നമ്മൾ അനുഭവിക്കുന്ന സ്വസ്ഥത ഇന്നുണ്ട്, അതാണ് ശബത്ത് എന്ന് ഇന്ന് പറയുന്നത്. എന്നാൽ അത് അതിന്റെ ഒരു നാന്ദി മാത്രമാണ്. അതിന്റെ പൂർണ്ണത സംഭവിക്കുന്നത് 1000 ആണ്ട് വാഴ്ചയിലാണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ സ്വസ്ഥത ഒരു ശബത്ത് വേണമായിരുന്നു ഇസ്രായേൽ ജനത്തിന്. അത് അവരുടെ വ്യക്തികളുടെ മനുഷ്യരുടെ ജീവിതത്തിൽ മാത്രമല്ല, അവരുടെ ഭൂമിക്ക് പോലും സ്വസ്ഥത കൊടുക്കണമായിരുന്നു. 6 വർഷമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ. 7ാമത്തെ ദിവസം ഭൂമി സ്വസ്ഥമായിട്ട് ഭൂമി ഇട്ടേക്കണം എന്നുള്ള പ്രമാണം ദൈവം അവരുടെ മുമ്പിൽ വെച്ചിരുന്നു. അപ്പൊ 6 വർഷം കൃഷി ചെയ്യുമ്പോൾ 3 വർഷത്തേക്ക് അവരുടെ ഭക്ഷണത്തിനുള്ള വിളവ് അവർക്ക് കിട്ടുമായിരുന്നു. എന്നാൽ അവരുടെ അത്യാഗ്രഹം നിമിത്തം അവരുടെ ദൈവകൽപ്പന പ്രമാണിക്കാൻ വിസമ്മതിക്കാൻ മൂലം ഭൂമിക്ക് സ്വസ്ഥത കൊടുത്തില്ല. 7ാമത്തെ ദിവസം ഭൂമി അവർ കൃഷി ചെയ്യുന്നു. അതിന്റെ അനന്തരമായിട്ട് എന്ത് സംഭവിച്ചു? നമ്മള് ബാബേൽ പ്രവാസത്തെ കുറിച്ചൊക്കെ നമ്മൾ സൂക്ഷ്മതയോടെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അവര് ബാബേലിലേക്ക് പ്രവാസികളായി പോകേണ്ടി വന്നു. ഇസ്രായേൽ ജനം ബാബേൽ പ്രവാസികളായി പോകേണ്ടി വന്നു. അങ്ങനെ അതിന്റെ കാരണം പുറപ്പാട് ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, പിന്നെ അങ്ങനെ ഈ ഭൂമിക്ക് സ്വസ്ഥത കൊടുത്തില്ലെങ്കിൽ ഈ ജനങ്ങളെ ആ സ്ഥലത്ത് നിന്ന് ദൈവം തുടച്ചു നീക്കിയിട്ട് ദൈവം അങ്ങനെ ആ ഭൂമിക്ക് സ്വസ്ഥത കൊടുക്കും എന്നൊരു വ്യവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ദാനിയേൽ പ്രവചനത്തിലൊക്കെ വായിക്കുമ്പോൾ 70 വർഷത്തേക്കാണെന്ന് ദാനിയേൽ മനസ്സിലായി എന്നെല്ലാ ഒരു കാര്യം നമ്മൾ അവിടുന്ന് ഗ്രഹിച്ചിട്ടുണ്ട്, ഇതിനോടകം ചിന്തിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് താല്പര്യം, ദൈവജനത്തിന് ഒരു സ്വസ്ഥത അനുഭവിക്കണം എന്ന് ദൈവം പ്രമാണം വെച്ചിട്ടുണ്ട്. ഇസ്രായേല് അക്ഷരീയമായ സ്വസ്ഥത അനുഭവിക്കണമായിരുന്നു. അവര് വെള്ളിയാഴ്ച ദിവസം കൊണ്ട് എല്ലാം ചെയ്യണമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ സംബന്ധിച്ചുള്ള ആ ശബത്തിനെ കുറിച്ച് വെള്ളിയാഴ്ചയാണ് ശിക്ഷിക്കപ്പെട്ടത്. അത് അങ്ങനെ അല്ലെന്ന് പറയുന്നവരും അനേകരുണ്ട്, ദിവസത്തിന് വ്യത്യാസം പറയുന്നവരുണ്ട്. എന്തായാലും വെള്ളിയാഴ്ച ദിവസമാണ് സംഭവിച്ചത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്. എന്നാൽ ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്, ആ ശബത്ത് വലിയതായിരുന്നു എന്ന് വായിക്കും. ആ ശബത്ത് വലിയതുമായിരുന്നു. ശബത്തിന്റെ തലേനാളായ ഒരുക്കനാൾ, അത് വെള്ളിയാഴ്ചയാണ്. ഒരുക്കനാള് അവർ ഏകദേശം ഉച്ച സമയം കൊണ്ട് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ബെഞ്ച് പോലെ എല്ലാം വണ്ടി ഓട്ടം സ്റ്റോപ്പ് ചെയ്ത് ഏകദേശം ബെഞ്ചിന്റെ പ്രതിയുള്ള ഒരു സമയമാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ സംബന്ധിച്ച് പറയുന്നു, ആ ശബത്ത് ശനിയാഴ്ച ദിവസം ആ ശബത്ത് വലിയതായിരുന്നു. അതുകൊണ്ട് ആണ് അരിമത്യയിലെ യോസേഫിന്റെ കല്ലറയിൽ ശരീരം അടക്കേണ്ടി വന്നതിന്റെ കാരണം ആ കല്ലറ സമീപേ ആയതുകൊണ്ടാണ്. കാരണം ഒരുക്കനാൾ വെള്ളിയാഴ്ച ഒരുക്കനാളാണ്. ഒരുക്കനാൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരുക്ക സമയം ശബത്തിന് വേണ്ടിയുള്ള ഒരുക്കമായി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഈ ബോഡി വളരെ ദൂരത്തിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആ കാരണം കൊണ്ടാണ് യേശുവിന്റെ ശരീരം അരിമത്യയിലെ യോസേഫിന്റെ കല്ലറയിൽ അടക്കിയത് എന്ന ഭാഗം നമ്മൾ സൂക്ഷ്മതയോടെ പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ താല്പര്യം, ഒരു ശബത്ത് ദൈവം ഇസ്രായേലിന് ന്യായപ്രമാണത്തിൽ കൂടെ അനുശാസിച്ചിരുന്നു. കർശനമായിട്ട് അവരത് അനുസരിക്കണമെന്നോ ആചരിക്കണമായിരുന്നു.
എന്നാൽ അത് അവരാചരിച്ചില്ല എന്നല്ല നമ്മൾ പിന്നീട് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. എന്നാൽ അവരാചരിക്കണം എന്ന് ദൈവം വ്യക്തമായി പറഞ്ഞത്. 32-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 32-ാം അധ്യായം 1-ാമത്തെ വാക്യം പോലെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, മോശയെ ദൈവം പർവ്വതത്തിലേക്ക് വിളിച്ചു ന്യായപ്രമാണം കൊടുക്കാൻ വേണ്ടി. എന്ന് മാത്രമല്ല, മോശ എങ്ങനെയാണ് ഈ ടാബർനക്കിൾ സമാന കൂടാരം ഉണ്ടാക്കേണ്ടത് എന്ന് ദൈവം പറഞ്ഞു കൊടുക്കുമല്ലായിരുന്നത്, ദൈവം കാണിച്ചു കൊടുക്കും. മാത്രമേ കാണിച്ചു കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ പറഞ്ഞു അവരോട് അരളി ചെയ്യണമെന്ന് പറഞ്ഞു ദൈവം അരളി ചെയ്തു. എന്നാൽ ഈ ടാബർനക്കിളിന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ വായിക്കുന്നത് അത് മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുമല്ലായിരുന്നു. ആ ഒരു മാതൃക പർവ്വതത്തിൽ വെച്ച് ദൈവം കാണിച്ചു. എന്നിട്ട് ദൈവം പറയുന്നു, അത് നമ്മൾ ആ പ്രകാരത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ പർവ്വതത്തിൽ വെച്ച് കാണിച്ച മാതൃപ്രകാരം തന്നെ സകലം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് ദൈവം മോശയോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ പർവ്വതത്തിൽ വെച്ച് ഒരു മാതൃക ദൈവം കാണിച്ചു കൊടുത്തായിരുന്നു. ടാബർനക്കിൾ സമാന കൂടാരത്തിന്റെ മാതൃക ദൈവം കാണിച്ചു കൊടുത്തായിരുന്നു. വാസ്തവത്തിൽ സമാന കൂടാരം എന്ന് പറയുന്നത് അത് സ്വർഗത്തിന്റെ നിഴലാണ് എന്ന് എബ്രാഹിം വായിക്കുന്ന, അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തമായ ശുശ്രൂഷ പോകുന്നു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, മനുഷ്യന്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ഓരോ മനുഷ്യന്റെയും നിഴലിനായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ടില്ല, നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൻ ആണ് അതിൽ കൂടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. ടാബർനക്കിൾ എന്ന് പറഞ്ഞാൽ കൂടാരം യേശു ക്രിസ്തു തന്നെയാണ് എന്ന് ബൈബിളിലുള്ള ചില വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ ഒരു വാക്യം, ശിഷ്യന്മാർ യേശുവിനെ ആ ചർച്ച് കാണിച്ചു കൊടുത്തു. സമാന കൂടാരത്തിന്റെ മോഡൽ ഉണ്ടാക്കിയിരിക്കുന്ന ആലയം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് എത്ര മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, കല്ലുമേൽ കല്ല് ശേഷിനെ അടിഞ്ഞു പോകുന്ന കാലം വരും പറഞ്ഞു. അത് മാത്രമല്ല, യേശു കുറിച്ച് ആ ചർച്ചിനെ കുറിച്ച്, യെരൂശലേം ദേവാലയത്തെ കുറിച്ച് പറഞ്ഞ ഒരു പരാമർശമുണ്ട്. അത് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ, 3 നാൾ കൊണ്ട് ഞാൻ അതിനെ പണിയുന്നു. ഈ മന്ദിരം നിങ്ങൾ പൊളിച്ചാൽ, നിങ്ങൾ പൊളിക്കും, പക്ഷേ നിങ്ങൾ പൊളിക്കുന്ന ഈ മന്ദിരം 3 നാൾ കൊണ്ട് ഞാൻ പണിയുന്നു. അത് യേശു ക്രിസ്തു തന്നെ കുറിച്ച് തന്നെ പറഞ്ഞതാണെന്ന് എന്ന സത്യം നമുക്കറിയാം. യേശു തന്നെ കുറിച്ച് തന്നെ പറഞ്ഞു. യോനാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തെ വായിക്കുന്നു, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് ഈ ഡെൽഡ് എമംഗ് അസ് എന്ന ഇംഗ്ലീഷ് പരിഭാഷയിൽ അങ്ങനെ ഡെൽഡ് എമംഗ് അസ്, നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ള ആ വാക്ക് ഉപയോഗിക്കും. എന്നാൽ അത് KJV ബൈബിളിലൊക്കെ, ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. എന്നാൽ അതിന് മുമ്പുള്ള ചില വേർഷനുകളിൽ പറഞ്ഞിരിക്കുന്നത് ഈ ടാബർനക്കിൾഡ് എമംഗ് അസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഈ ടാബർനക്കിൾഡ് എമംഗ് അസ്, നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ളതിന് നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചു എന്നുള്ള പരാമർശം കാണുന്നു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരും. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം അവിടെ പറഞ്ഞിരിക്കുന്നു, മന്ദിരം അതിൽ കണ്ടില്ല, കുഞ്ഞാട് അതിന്റെ മന്ദിരമാകും. അപ്പൊ മന്ദിരം അതിൽ കണ്ടില്ല എന്ന് പറയുമ്പോൾ മന്ദിരം ഇല്ല എന്നല്ല, കുഞ്ഞാട് തന്നെയാണ് അതിന്റെ മന്ദിരം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തും നമ്മൾ അങ്ങനെ വായിക്കുന്നു. അതിനോടനുസരിച്ച് അതിങ്ങനെ ഞാൻ വായിക്കാം. 21-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും. അപ്പൊ ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അത് അവനോടുകൂടെ വസിക്കും എന്നല്ല, അവൻ അവരോടുകൂടെ വസിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞതല്ല, ഇങ്ങനെ ചില കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിന് നല്ല നിഷ്ഠാതമായ ശുശ്രൂഷ ചെയ്തു. അപ്പൊ ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചത് ഈ സ്ട്രക്ചർ, ഈ മാതൃക കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂടെയാണ് വിളിച്ചത്. അത് മാത്രമല്ല, മോശയ്ക്ക് ഇസ്രായേലിനെ അനുഷ്ഠിക്കേണ്ട ന്യായപ്രമാണം മോശയുടെ കയ്യിൽ കൊടുത്തു. അതിൽ വിശേഷിച്ച്
ഏതാണ്ട് 600 ചില്ലാനം നിയമങ്ങൾ, ഉപനിയമങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എൻ്റെ കേൾവിയാണ്. അങ്ങനെ ഉണ്ടോ, അതിൽ കൂടുതലുണ്ടോ എന്ന് ഞാൻ ഇതുവരെ എണ്ണി നോക്കിയിട്ട് പറഞ്ഞതല്ല, കേട്ട് പറഞ്ഞു. എന്നാൽ 10 കൽപ്പന 2 കൽപ്പനകളിലായിട്ട് 10 കൽപ്പന ഉണ്ടായി. അവിടെ നമ്മൾ വായിക്കുന്നത് ഈ 2 കൽപ്പനകളിലും ദൈവത്തിന്റെ പണിയായിരുന്നു. പലക ദൈവത്തിന്റെ പണിയും അതിലെ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുമായിരുന്നു എന്ന് നമ്മൾ 32-ാം അധ്യായത്തിൽ വായിക്കുന്നു. എന്നാൽ മോശ ഈ കൽപ്പനകളും കൊണ്ട് പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ യോശുവയെ കണ്ടുകൂടെ അവിടെ ഇറങ്ങി വന്നപ്പോൾ പാളയത്തിൽ വലിയൊരു ആരവാരം കേട്ടു. അവർ കുറച്ചുകൂടെ ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി പർവ്വതത്തില് ഇത് ഈ പാളയത്തില് യുദ്ധഘോഷം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി യുദ്ധമാണെങ്കിലും ഒന്നുകിൽ തോക്കണം അല്ലെങ്കിൽ ജയിക്കണം. ഒരു യുദ്ധത്തിന്റെ റിസൾട്ട് അതാണ്, ഒന്നുകിൽ തോക്കും അല്ലെ ജയിക്കും. എന്നാൽ ഇവിടെ പറയുന്നു തോറ്റവരുടെ കരച്ചിലല്ല, ജയിച്ചവരുടെ ഘോഷമല്ല, ഒരു ഗാനപ്രതിഗാനമാണ്. അത് ആ പർവ്വതത്തിന്റെ അടിവാരം വരെ കേൾക്കത്തക്ക രീതിയിൽ ഭയങ്കര ഉച്ചത്തിലായിരുന്നു. എന്നാൽ അവര് മോശയും യോശുവൊക്കെ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഇവരുടെ ആർഗ്യുമെന്റ് ഇസ്രായേൽ ജനം പറയുന്നത് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നത് മോശയായിരുന്നു, സത്യമാണ്, ശരിയാണ്. പക്ഷേ ഇപ്പം മോശയെ കണ്ടിട്ട് കുറെ ദിവസങ്ങളായി. 40 ദിവസം മോശ ദൈവത്തോടു കൂടെ പർവ്വതത്തിലായിരുന്നു എന്നുള്ള സത്യം നമുക്കറിയാം, ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു. അപ്പൊ ഇവര് പറയുന്നത് ഈ മോശയ്ക്ക് എന്ത് പറ്റി ഞങ്ങൾക്ക് അറിയത്തില്ല. മോശ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളെ നടത്താൻ മോശ ഉണ്ടായിരുന്നു, ഇപ്പൊ ഞങ്ങളെ നടത്താൻ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങളെ നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ദൈവം വേണം, അത് ദൈവത്തെ ഉണ്ടാകും. അങ്ങനെ ഇവരുടെ പൊന്നും എല്ലാം കൂടെ അഹരോൻ തീയിലിട്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ കാളക്കുട്ടിയുടെ മുമ്പിൽ ഒരു ബലി കഴിക്കാനുള്ള ശ്രമം. കാളക്കുട്ടിക്ക് ബലി കഴിക്കാം, ഇതാണ് ഇസ്രായേൽ നിങ്ങളെ വിടുവിച്ചു കൊണ്ടത് ദൈവം പറഞ്ഞ് കാളക്കുട്ടിക്ക് ബലി കഴിക്കും. ഇത് കണ്ടപ്പോ മോശയ്ക്ക് എന്തെന്നില്ലാത്ത അസ്വസ്ഥത ഉണ്ടായി, ദേഷ്യം ഉണ്ടായി. മോശ ഈ കാളക്കുട്ടിയെ ചുട്ട് അതിന്റെ പൊടിയെടുത്തിട്ട് ചാരം എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി എല്ലാവരും കുടിപ്പിച്ചു എന്നൊക്കെ നമ്മൾ 32-ാം അധ്യായത്തിൽ വായിക്കുന്നു. അപ്പൊ ഇതിന്റെ കാരണം ഇവർ പറയുന്നു, മോശ അവിടെ 32-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കും. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ. ഇപ്പൊ മോശ പർവ്വതത്തിൽ നിന്ന് വരാൻ താമസിക്കുന്നു എന്നാണ് ജനങ്ങൾ കണ്ടത്. ഇതേപോലെ തന്നെയുള്ള ഒരു പരാമർശം പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടേണ്ടതിന്, മാനസാന്തരപ്പെടേണ്ടതിന് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ എന്ന് പത്രോസ് ആർക്കാണോ ലേഖനം ആ ലേഖനം വായിച്ചു കേൾക്കാൻ ഇടയുള്ളവരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കും. അപ്പൊ ഇത് കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് പത്രോസിൽ എഴുതിയിരിക്കുന്നത്, നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോ കർത്താവിന്റെ വരവ് താമസിക്കുന്തോറും ജനങ്ങള് ആത്മീയരായി തീരുവല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് ദൈവത്തിൽ നിന്ന് പിന്മാറി പോവുകയാണ് ലോകത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള സത്യം ഇന്ന് നമ്മൾ അല്പം തല ഉയർത്തി നോക്കിയാൽ നമുക്ക് നിശ്ചയമായിട്ടും വളരെ വ്യക്തമായിട്ടും കാണാൻ കഴിയുന്ന കാര്യമാണ്. ദൈവമക്കൾ എന്ന് പറയുന്നവരും അല്ലെ ദൈവ വഴിയിൽ നടക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവർ പോലും അത് പിന്മാറി പോകുന്ന വളരെ സങ്കടകരമായ അവസ്ഥ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നു. അത് ഇതേമാതിരിയാണ് മോശ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പം അവർക്ക് ഒരു കാളക്കുട്ടി ഉണ്ടാകാൻ കഴിഞ്ഞില്ല. മോശ അവരുടെ കാണാതെ അപ്രത്യക്ഷമായപ്പം അവർക്ക് മോശയെ കാണാൻ കഴിയാതിരുന്നു 40 ദിവസം അവർ കാളക്കുട്ടി ഉണ്ടാകാൻ കഴിയും. ഇന്നും ക്രിസ്ത്യ ലോകത്തിൽ നോക്കിയാൽ പല കാളക്കുട്ടികളും ഇങ്ങനെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പല ദൈവത്തെ കാണും. എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം, പല ചർച്ചിൽ ലീഡേഴ്സിനെയാണ് അവർ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. ഇന്നയാള് ഇന്ന പോലെ പറഞ്ഞിരിക്കുന്നു എന്നാ പറയുന്നത്. അല്ലാതെ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നോ, അപ്പോസ്തലന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെന്നോ അല്ല. ഇന്നാരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നാണ് ശക്തമായിട്ടും വ്യക്തമായിട്ടും പല
സംഘടനകളിലുള്ളവരും അവകാശപ്പെടുന്നത്. ഞങ്ങളുടെ ഇന്ന ആൾ, ഇന്ന പാസ്റ്റർ, ഇന്ന ആള്, ഇന്ന ബ്രദർ ഇങ്ങനെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം കാരണം ഇവര് ഇസ്രായേൽ ജനം ഇത് ചെയ്യാനുള്ള കാരണം മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടു. മോശയ്ക്ക് എന്ത് പറ്റിയത് പോലും അറിയുന്നില്ല എന്നാണ് ഇവര് അഹരോനോട് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ കർത്താവ് ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. തക്ക സമയത്ത് ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളും തക്ക സമയത്താണ്. ആ തക്ക സമയം ഏതാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. തക്ക സമയത്ത് അവൻ ആ പ്രത്യക്ഷത വരുത്തും എന്ന് ദൈവത്തിന് വരുത്തുന്നത് കാണുന്നു. ദൈവത്തിന് തക്ക സമയം. യേശുക്രിസ്തു ദൈവം ഈ ഭൂമിയിൽ അയച്ചത് കാലസമ്പൂർണത വന്നു. ദൈവത്തിന്റെ കാലക്കണക്കിലെ ആ കാലസമ്പൂർണത എന്ന് വന്നോ അന്നാണ് ദൈവം യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. യേശുക്രിസ്തു 33 വർഷം ഈ ലോകത്ത് ജീവിക്കണമെന്നുള്ളതും കൊല്ലപ്പെടണമെന്നുള്ളതും ഒരു യാഗമായി തീരണമെന്നുള്ളതും എത്രാമത്തെ ദിവസമായി യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കേണ്ടത് എന്ന് ദൈവം തീരുമാനിച്ചു. ആ തീരുമാനപ്രകാരം 3-ാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതാണ് ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള തക്ക സമയം ആ 3-ാം ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞതിന് താല്പര്യം, ദൈവം എല്ലാ സകലതും, ശലോമോൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം സകലതും അതതിന്റെ സമയത്ത് നന്നായി ചെയ്യുന്നു എന്നൊരു പരാമർശം കാണുന്നു. അപ്പൊ ദൈവത്തിന്റെ സമയത്ത് ദൈവം എല്ലാ കാര്യം ചെയ്യും. മോശ പർവ്വതത്തിൽ നിന്ന് എപ്പോൾ ഇറങ്ങി വരണം, എത്ര ദിവസം മോശ ദൈവത്തോടുകൂടെ ആയിരിക്കണം എന്നുള്ള തീരുമാനം ഇസ്രായേലിന്റെ ആയിരുന്നില്ല, ദൈവത്തിന്റെ ആയിരുന്നു. 40 ദിവസം മോശ ദൈവത്തോടെ ആയിരിക്കണം. 40 ദിവസം കൊണ്ട് താബർനാക്കളിന്റെ സമാധാന കൂടാരത്തെ കാണിച്ചു കൊടുത്തു. ഇസ്രായേലിന് അനുഷ്ഠിക്കേണ്ട നിയമങ്ങളും ഉപദേശങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തു. 10 കൽപ്പനകളിൽ ദൈവം തന്റെ 2 കൽപ്പനകളായിട്ട് മോശയ്ക്ക് എഴുതി കൊടുത്തു. എന്നാൽ മോശ ചെയ്ത കാര്യം, ഈ ദുർനടപടികൾ പാളയത്തിൽ കണ്ടപ്പോൾ മോശ 2 കൽപ്പനകളും മോശ എറിഞ്ഞു പൊട്ടിക്കുകയാണ്. നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് ഏസ്കേൽ പ്രവചനത്തിലെ യിരെമ്യാ പ്രവചനത്തിൽ വായിക്കും. ദൈവം ചെയ്യുന്ന ഒരു പുതിയ ഉടമ്പടിയുടെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ നിയമങ്ങളെ അവരുടെ ഉള്ളിൽ ആക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതി. മോശയ്ക്ക് എഴുതി കൊടുത്തത് ഇസ്രായേലിന്റെ ഹൃദയങ്ങളിലായിരുന്നില്ല, ഇസ്രായേൽ മക്കളുടെ ഹൃദയങ്ങളില്ല, 2 കൽപ്പനകളിലാണ് എഴുതി കൊടുത്തത്. 2 കൽപ്പനകളിലായിട്ട് ദൈവത്തിന്റെ 10 കൽപ്പനകൾ എഴുതി കൊടുത്തു. എന്നാൽ ദൈവം ഇത് ചെയ്യുന്ന കാര്യം അങ്ങനെയുള്ള കൽപ്പനകളിലല്ല, നമ്മുടെ ഹൃദയം എന്ന മാംസപ്പലകയിലാണ് ദൈവം തന്റെ നിയമങ്ങളെ എഴുതുന്നത്. അത് ദൈവം എഴുതുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനാൽ. അതുകൊണ്ട് തന്നെ വീണ്ടും ജനിച്ച ദൈവമക്കളായി തീർന്നവരുടെ പ്രമാണം എന്ന് പറയുന്നത് മോശയുടെ ന്യായപ്രമാണമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന ശരി തെറ്റുകളല്ല, അല്ലെങ്കിൽ ന്യായ അന്യായങ്ങളല്ല. നേരെ മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്താണോ പറയുന്നത്, എന്താണോ നമ്മളോട് ചെയ്യണമെന്ന് പറയുന്നത്, അതാണ് ഇന്നത്തെ ന്യായപ്രമാണം. പണ്ട് മോശയുടെ ന്യായപ്രമാണമായിരുന്നു. ഇന്ന് ആത്മാവിന്റെ പ്രമാണത്താലാണ് ഓരോ ദൈവമക്കളും ജീവിക്കേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് അത് ആ മാംസം എന്ന പലകയിൽ എഴുതിയിരിക്കുന്ന ആ പ്രമാണത്തെ പൊട്ടിച്ചു കളയാൻ, ഉടച്ചു കളയാൻ ഒരു മോശയ്ക്കും കഴിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട നമ്മുടെ ഹൃദയങ്ങളിലുള്ള ആ നിയമങ്ങളെ പൊട്ടിച്ചു കളയാൻ ആർക്കും കഴിയുന്നല്ല. നിയമം അനുസരിച്ച് നടക്കാൻ ആ നിയമം ലഭിച്ചവർക്കെല്ലാം കഠിനമായ ബാധ്യതയുമുണ്ട്. അപ്പൊ ഇങ്ങനെ മോശ എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞു. എന്നാൽ പിന്നെ ദൈവം പിന്നെയും മോശയ്ക്ക് ഇത് എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷെ പിന്നെ മോശയ്ക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി ദൈവം ചെയ്തത്, മോശയോട് പറഞ്ഞു, മോശ തന്നെ 2 കൽപ്പനകൾ ഉണ്ടാക്കി ദൈവത്തിന് മുമ്പിൽ കൊടുക്കണമായിരുന്നു. ആദ്യം ചെയ്തത് മോശയല്ല ഉണ്ടാക്കിയത്. ഈ പലക രണ്ടും ദൈവത്തിന്റെ പണിയായിരുന്നു എന്നവിടെ എഴുതി. പിന്നീട് പൊട്ടിച്ച് കളഞ്ഞതിന് പകരമായിട്ട് മോശയ്ക്ക് ഇത് എഴുതി കൊടുക്കാൻ ദൈവം തയ്യാറാണ്. പക്ഷെങ്കിൽ ഈ 2 കൽപ്പനകളും മോശ ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടിരുന്നാൽ മാത്രമേ ദൈവത്തിന് അതിൽ എഴുതാൻ കഴിയത്തുള്ളായിരുന്നു. അപ്പോ ഇന്ന് ദൈവകൽപ്പന നമ്മുടെ ഹൃദയത്തിൽ ദൈവം എഴുതണമെങ്കിൽ നാം ദൈവം മുൻപാകെ ചെല്ലുന്നവരായിത്തീരണം.
നാം ദൈവത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ മുന്നോട്ടുള്ള കാര്യങ്ങൾ ദൈവം അനുവദിക്കാണ്ട് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രധാനമായിട്ടുള്ള ഒരു കാര്യം സ്വസ്ഥതയുടെ അനുഭവം, ശബത്ത് അനുഭവം ദൈവം നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അത് ഈ ലോക ജീവിതത്തിൽ നമ്മൾ അതിന്റെ ഒരു ടേസ്റ്റ് അനുഭവിക്കുന്നവരായി തീരാം. അതിനുള്ള എല്ലാ സാധ്യതകളും ദൈവം യേശു മുഖാന്തരം തന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒരു 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം, ഒരു 7-ാം ദിവസം, 1000 ആണ്ട് എന്ന് പറയുന്ന ദൈവത്തിന്റെ കണക്കിൽ ഒരു ദിവസം 1000 സംവത്സരം, മനുഷ്യന്റെ 1000 കൊല്ലം ദൈവത്തിന്റെ ദിവസം. അതാണ് 7-ാം ദിവസം എന്ന് പറയുന്നത്. അന്ന് അങ്ങനത്തെ ഒരു വാഴ്ച, ഒരു അവസരം, ഒരു അനുഭവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ലഭിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കട്ടെ. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.